പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജലക്ഷ്മി പ്രേമചന്ദ്രൻ. ഈ രാജലക്ഷ്മി ചേച്ചി ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അജു പണിയെടുക്കാൻ അജു അല്ല എന്താ അജു അധ്വാനിക്കുന്നതിൻ്റെ ഫലം തീർക്കുന്നത് സരിത എന്നൊക്കെ പറട്ടെ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ആൾ എഴുതണേ. പറഞ്ഞേക്കണം കേട്ടാ. പ്രിയ സരിത, ഞാൻ രാജലക്ഷ്മി. എൻ്റെ കമൻറ്റ് വായിച്ച് ഏതോ ഒരുവൾ ധന്യ ഞാൻ ഭർത്താവ് സമ്പാദിച്ചു, സരിത വീട്ടിലിരുന്ന് തിന്നു എന്നെഴുതിയെന്ന് പറഞ്ഞു കേട്ടു. സത്യം സരിത, ഞാൻ അറിഞ്ഞുകൊണ്ട് എഴുതിയിട്ടില്ല. വീട്ടിൽ കുറച്ച് കസിൻസ് ഉണ്ടായിരുന്നു. അവരെൻ്റെ ഫോൺ എടുത്തു. ഞാൻ കണ്ടുവച്ച സരിതയുടെ വീഡിയോ അവർ കണ്ടു. അതിന് കീഴെ എൻ്റെ ഫോണിൽ നിന്ന് കമൻ്റ് ഇട്ടതാണെന്ന്. സോറി, അങ്ങനെ ഇട്ടിട്ടുണ്ട് എങ്കിൽ. ഇന്ന് സരിത വായിച്ചപ്പോൾ ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാൻ അറിഞ്ഞത് തന്നെ. പിന്നെ ധന്യ, താങ്കളേക്കാൾ ഞാൻ സരിത അജുവിനെ ഇഷ്ടപ്പെടുന്നു. അജുവിൻ്റെ ഫ്രണ്ട് സുനിൽ സുഗത എൻ്റെ ബന്ധു കൂടിയാണ് ഞാൻ അത്ര അധപതിച്ച മെസ്സേജ് ഇടാറില്ല കേട്ടോ. അങ്ങനെയാണ് സംഭവിച്ചല്ലേ? അതിപ്പോ ചേച്ചി ഇപ്പോൾ പറഞ്ഞ കാരണല്ലേ ഞങ്ങളെല്ലാവരും അറിഞ്ഞത്. ചേച്ചിയുടെ ഫോണിൽ നിന്ന് കസിൻസാണ് ഇങ്ങനത്തെ കമൻ്റ് ഇട്ടേന്ന്. ഞങ്ങൾ വായിക്കുമ്പോൾ ആരാ കമൻ്റ് ഇട്ടേണേ? ചേച്ചി കമൻ്റ് ഇട്ട പോലെയല്ലേ തോന്നണേ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഈ ധന്യ എന്ന് പറഞ്ഞ കുട്ടി അങ്ങനെ ഒരു കമൻറ്റ് അതിനെ കുറിച്ചിട്ട് ഇട്ടത്. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഓരോരുത്തരും മൊബൈൽ വാങ്ങിച്ചിട്ട് കമന്റ് ഇടും. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സൂപ്പർ 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 എന്നൊക്കെ അടിപൊളി നല്ല അടിപൊളി വീഡിയോ അങ്ങനെ എഴുതാറുള്ളൂ. സൂപ്പർ അടിപൊളി വീഡിയോ മാത്രമേ ഇടാറുള്ളൂ. ചേട്ടന്റെ ഫോണിൽ നിന്ന് താങ്ക് യു മെസ്സേജ് റിപ്ലൈ കൊടുക്കും. അത് നമ്മുടെ വീഡിയോ അന്ന് 10-15 പേരിൽ കാണുമല്ലോ ഒരു ദിവസം. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, കമൻറ്റുകളെങ്കിലും കണ്ടിട്ട് ആളുകൾ വീഡിയോ കാണട്ടെ എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചതിയാണ് ചെയ്തത് അല്ലേ അവര്. അടുത്തത് റിയ മിന്നു. ഹായ് അജുവേട്ടാ, സരിതേച്ചി. ഞാനും എൻ്റെ 3 വയസ്സുള്ള അനിയത്തിയും നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങൾ കമൻറ്റ് വായിക്കുമോ എന്ന്. നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്കും എൻ്റെ അനിയത്തിക്കും ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ ഉമ്മച്ചി നിങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ കാണാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ അനിയത്തി ഇപ്പോൾ നിങ്ങളുടെ ഏത് വീഡിയോ വെച്ചാലും കൂടെ ഇരുന്ന് കാണും. നിങ്ങളെല്ലാവരെയും അവൾക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് സന്തോഷം, നന്ദി. ഞങ്ങളുടെ ഉമ്മച്ചിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണും. ഒരുപാട് സന്തോഷം. സന്തോഷം. അടുത്തത് മായ രാജേഷ്. എന്തിനാ എൻ്റെ സരിതകുട്ടി സ്വർണം? തനി തങ്കമല്ലേ കൂടെ ഇരിക്കുന്നത്? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോ. ഒരുപാട് വിഷമങ്ങൾ ഉള്ളപ്പോൾ നിങ്ങളുടെ വീഡിയോയാണ് ഒരു ആശ്വാസം. സന്തോഷം. ആഗ്നസ് മീഡിയ. അജുവേട്ട സരിത, എൻ്റെ ഫസ്റ്റ് കമൻ്റ് ആണ് കേട്ടോ. ഒരു സജഷൻ ഉണ്ട്. ഫുഡ് വ്ളോഗ് എപ്പിസോഡായിട്ട് ഇട്ടാൽ ഞങ്ങൾക്ക് റെസിപ്പി പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അത് നോട്ട് ചെയ്ത് വെക്കാൻ ഈസി ആകുമായിരുന്നു. ചില നല്ല റെസിപ്പി പിന്നെ തിരയുമ്പോൾ കിട്ടാറില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? അത് എനിക്കും കിട്ടാറില്ല. നമ്മളുടെ ചില വീഡിയോകൾ നമ്മൾ പരീക്ഷണമൊന്നും ചെയ്യാണ്ട് ആരെങ്കിലും പറഞ്ഞ റെസിപ്പി ആ വീഡിയോയിൽ തന്നെയാണല്ലോ ചെയ്യാറ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ചിലതിനുണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നീട് അത് ഉണ്ടാക്കണം എന്നങ്ങാനും തോന്നിയിട്ട് തപ്പി കഴിഞ്ഞാൽ കിട്ടില്ല. ഞാൻ ചേട്ടനോട് പറയാറുണ്ട്. അത് നമ്മള് അതിൽ പറഞ്ഞിരിക്കുന്ന വല്ല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാവും തമ്പനയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും. ആ റെസിപ്പിയുടെ പേര് ചിലപ്പോൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ടൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. 2-3 ദിവസം കഴിയുമ്പോൾ ടൈറ്റിൽ മാറ്റണം. റെസിപ്പിയാണ് എഴുതേണ്ടത്. ശരിയാ. അപ്പോൾ അതിന്റെ ചുമതല സരിതയ്ക്ക് അയക്കോ? അല്ലെങ്കിൽ പിന്നെ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ആ ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്നും നമ്മുടെ സംസാരം ഒന്നും ഇല്ലാണ്ട് റെസിപ്പി മാത്രം ആക്കി എടുത്തിട്ട് വല്ല ഷോർട്സ് ഒക്കെ ആക്കി ഇടേണ്ടി വരും. അതില് നമ്മളെ ആഴ്ചയിൽ 2 വീഡിയോ ഒക്കെ ഇടുള്ളൂ വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോ ഇതന്നെ നമുക്ക് എത്തില്ല. നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടി ആയി വരുമ്പോഴേ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ വീണ്ടും ഇതിന്ന് എഡിറ്റ് ചെയ്യാനിരിക്കണ്ടേ. നോക്കട്ടെ, അപ്പം മറ്റോണ എഴുതി വെക്കാം. ജഗ്ഗൂട്ടനെ ഒരുപാട് ഇഷ്ടം. ഷോർട്ട് ഫിലിം കണ്ടു, നന്നായിരുന്നു. ലവ് യു ഓൾ. അടുത്തത് സിമി സുനിൽ ദാസ് സുട്ടു. ഈ പെണ്ണിന് സ്വർണത്തോട് ഭയങ്കര ആർത്തിയാണ്. എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പഴയ വീഡിയോയിൽ ഇങ്ങനെ അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ സ്വർണം ഇടാറില്ല, അതുകൊണ്ടാണ് ചേട്ടൻ വിറ്റത് എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്വർണം വേണം എന്നുള്ള വാശി.
അജുവേട്ടനെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? സ്വർണം ഉണ്ടായാൽ മാത്രം പോരാ, അത് ഇടാനുള്ള യോഗം കൂടി വേണം. അങ്ങനെയൊന്നും ഇതില്ലേ വല്ലപ്പോഴും ഇപ്പോൾ ഈ സ്വർണ്ണം എടുക്കാൻ പോയപ്പോൾ വെറുതെ സരിത പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് സരിതപ്പെടുന്ന സ്വർണ്ണം എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയണത്, അത് ചേച്ചി പറയണത് ശരിയല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വർണം ഉണ്ടായാൽ മാത്രം പോരാ, ഇടാനുള്ള യോഗം കൂടി വേണം. അല്ല, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്വർണം. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പണയം വയ്ക്കാൻ, വിൽക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സരിത സ്വർണ്ണം എടുക്കാൻ പറയുന്നത്. അല്ലാണ്ട് സരിതയ്ക്ക് ആഭരണമായിട്ട് അണിഞ്ഞ് ഒരുങ്ങി നടക്കാനല്ല. എനിക്ക് ഇട്ടൂടെ അങ്ങനെയാണെങ്കിൽ സരിതയുടെ പാസാറാണ് ഞാൻ കഴുത്തിലിട്ട് നടക്കുന്നത്. എടുക്കണത്. പിന്നെ ഇന്നാളൊരു ദിവസം കുറേ നാൾ മുൻപ് കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോൾ സ്വർണ്ണം എടുത്തു. അത് എനിക്ക് വേണമെങ്കിൽ സ്വർണ്ണ ആഭരണങ്ങൾ എന്തെങ്കിലും ആയിട്ട് എടുക്കുകയായിരുന്നു. പക്ഷെ നമ്മളത് കോയിനായിട്ടാണ് എടുത്ത് വെച്ചത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചു അതിനാകുമ്പോൾ അധികം പണിക്കൂലി വരില്ല, സ്വർണം ഒരു അസറ്റായിട്ട് ഇരിക്കും ചെയ്തോളൂല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു 4 ഗ്രാമിൻ്റെ കോയിൻ ആവശ്യം വരുമ്പോൾ കൊടുക്കാലോ, അങ്ങനെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ അപ്പം 4 ഗ്രാമിൻ്റെ വേണമെങ്കിൽ ഒരു മോതിരമായിട്ട് അങ്ങനെ വാങ്ങിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വർണത്തിനോട് എനിക്ക് സ്വർണ്ണം ഇട്ട് നടക്കാൻ ആർത്തി ഉണ്ടായിട്ടല്ല, നമ്മളതൊരു അസറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. അതായത് നമ്മളോട് അധികം ചിലവാക്കി കളയാണ്ട് സൂക്ഷിച്ചു വയ്ക്കാൻ എപ്പോഴെങ്കിലും ഭാവിക്ക് ഉപകരിക്കും എന്നുള്ളതാണ് സരിത ഉദ്ദേശിച്ചത് കേട്ടാ. കാണുമ്പോൾ പ്രായം തോന്നുന്നില്ല എന്നൊക്കെ നിങ്ങൾ നല്ല പ്രായമുണ്ട്, പ്രായമായി വരല്ലേ. അപ്പോൾ നമുക്കാണെങ്കിൽ വൈകിട്ടല്ലേ മോനൊക്കെ ഉണ്ടായത്, അപ്പോൾ അവന് ഇത്രയ്ക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ നമ്മുടെ കയ്യിൽ? നമുക്ക് ആകെപ്പാടെ ഉള്ളത് കടങ്ങളല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു സേഫ് എന്താ പറയുക, അപ്പോൾ എന്തെങ്കിലും ഒരു സേവിങ്സ് വേണ്ടേ നമ്മുടെ കയ്യിൽ? അതുകൊണ്ടാണ്. അടുത്തത് പ്രമീള ദേവദാസൻ. ഞാൻ ചെറിയ കമന്റ് ഇടാറുള്ളൂ, അത് വായിക്കാറുമില്ല. കമന്റ് വായിക്കുന്നത് കേൾക്കുമ്പോൾ കൊതി തോന്നും, എൻ്റെ കമന്റ് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എന്ന്. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ അജുവേട്ട, സരിത, ജിഗു. വായിച്ചില്ലേ? സന്തോഷമായില്ലേ? അടുത്തത് ജയസ് വേൾഡ്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഹാർഡായിട്ടുള്ള ജോലി ചെയ്യാൻ കഴിയില്ല. എന്നാലും ചില പുരുഷന്മാർ ഒരു ജോലിയും എടുക്കില്ല. ഇവിടെയുള്ള ആൾ അങ്ങനെയാണ്, വിയർപ്പിൻ്റെ അസുഖമാണ്. എന്നാൽ എനിക്ക് നേരെ തിരിച്ചും. അങ്ങനെ എടുത്താൽ പൊങ്ങാത്ത ജോലി ചെയ്ത് 33 വയസ്സുള്ള എനിക്കിപ്പോൾ 2 സർജറി കഴിഞ്ഞു. ഇപ്പോൾ 2 മാസം ആയിട്ടുള്ളൂ. നമ്മൾ നട്ടുവെച്ച സാധനത്തിനൊന്നും നനച്ചു കൊടുക്കുക പോലും ചെയ്യില്ല. അപ്പം ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരും ഉണ്ട് ചിലവർ. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അപ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ വയ്യെങ്കിലും നിരങ്ങി പോയിട്ട് പണികൾ ചെയ്യും, വീണ്ടും വയ്യാണ്ടാവും. ആരോഗ്യം ചിലപ്പോൾ ഇല്ലാണ്ടായി പോവും. നമ്മുടെ ആരോഗ്യം പോവുള്ളോ അങ്ങനെ ആയി കഴിഞ്ഞാൽ. അടുത്തത് ജെമിനി അച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, വർഷങ്ങളായി നിങ്ങളുടെ വീഡിയോ കമൻറ്റ് വായനയും കേൾക്കാറുണ്ട്. ഞാനൊരു കാര്യം ശ്രദ്ധിക്കും. എന്താണെന്നോ, എൻ്റെ പേര് എനിക്കല്ലാതെ മറ്റാർക്കുമില്ല. എൻ്റെ പേര് ജെമിനി. എന്നെങ്കിലും ലെറ്റർ വായനയിൽ ഞാനല്ലാതെ വന്നിട്ടുണ്ടോ? ഇല്ല ബ്രോ. ഈ പേരുള്ള ആരുടെയെങ്കിലും കമൻറ്റ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനാണ് അച്ചു ജെമിനി എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നത്. അച്ചു എൻ്റെ മോൾ ആണ്. ജെമിനി എന്ന് പറഞ്ഞിട്ട് ആരും കമൻ്റ് ഇട്ടിട്ടില്ല കേട്ടാ. ജെമിനി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയുടെ, വിക്രമിൻ്റെ സിനിമയുടെ പേരെ കേട്ടിട്ടില്ലേ? ആ പാട്ടൊക്കെ ഉള്ളത് ജെമിനി ഗണേശൻ. അതിൻ്റെ താഴെ സിന്ധു റിപ്ലൈ ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്തുണ്ട് ജെമിനി. ഈ പേരിൽ അവർക്കൊരു സ്ഥാപനവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഉണ്ടാവുമായിരിക്കാം, പക്ഷെ നമ്മൾക്ക് ഇതുവരെ കമൻറ്റിലൊന്നും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ അത് എന്തായാലും കോമൺ ആയിട്ടുള്ള പേരല്ല, അപൂർവമായിട്ട് ഉണ്ടാവുമായിരിക്കാം. പ്രിയ ജോഷി. പോയതൊക്കെ പോയതാട്ടോ. ഞങ്ങളും ഇങ്ങനെ സ്വർണം കളഞ്ഞതും കാശ് കളഞ്ഞതും പറഞ്ഞ് അടി വയ്ക്കും കേട്ടോ. 5 മിനിറ്റ് വീണ്ടും എടി എന്ന് പറഞ്ഞ് എന്തെങ്കിലും സംസാരിക്കും. അങ്ങനെ 25 വർഷമാകുന്നു. പിണങ്ങി മിണ്ടാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം പോയി, വീടും പറമ്പും എല്ലാം. മക്കളെയും കൊണ്ട് ഇപ്പോൾ റെൻറ്റിന് തന്നെ 17 വർഷമായി. എന്നാലും ജോഷി ചേട്ടനൊപ്പം ഉണ്ടല്ലോ. ഞാനും പിള്ളേരും ഹാപ്പിയാണ്. പിന്നെ വീടല്ലേ ഉണ്ടാവും എന്ന് വിചാരിക്കും. ഒരു കഷ്ടതയും ഞാൻ അറിഞ്ഞിട്ടില്ല കല്യാണം വരെ. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും, ജോഷി നല്ല മനസ്സുള്ള ആളാണ്, എന്നും സന്തോഷം മാത്രമാവില്ല ലൈഫിൽ, സമയം മാറുമ്പോൾ പോയതൊക്കെ തിരിച്ചു കിട്ടുമെന്ന്. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ട് സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ മറിയാൻ സെക്കൻഡുകൾ മതി. ഞങ്ങൾ ഒരു 10 കൊല്ലം മുന്നത്തെ, ഞാൻ ഇപ്പോഴതിരുന്നാലും ഒരു 10 കൊല്ലം മുന്നത്തെ ഞാൻ ഈ 10 വർഷം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നു നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. നമ്മൾ കടന്നു വന്ന വഴികൾ വെച്ച് നോക്കുമ്പോൾ സ്വർഗത്തിലാണ് ഇപ്പോൾ ജീവിക്കണേ. അപ്പം അതുപോലെ നമ്മുടെ ഒന്നും എന്താ പറയുക അവസ്ഥകളൊന്നും മറിയാനായിട്ടേ
അധികം സമയമൊന്നും വേണ്ട. നമ്മളൊരാളെയും ദ്രോഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടി നല്ല കാലം എത്തും, നമ്മുടെ മാവും പൂക്കും എന്നെങ്കിലും. വീണ ഹർഷൻ, ഞാൻ എല്ലാ കമൻറ്റ് വായനയും കാണും. എൻ്റെ കമൻ്റ് എങ്ങാനും വായിച്ചാലോ? പിന്നെ ഇത് കാണാനും ഇഷ്ടമാണ്. എൻ്റെ കമൻറ്റ് വായിക്കാതെ ആകുമ്പോൾ വിചാരിക്കും എന്തോരം കമൻറ്റ് വരുന്നതാ, സെലക്ട് ചെയ്തല്ലേ വായിക്കാൻ പറ്റുള്ളൂ. പോട്ടെ, നമ്മുടെ സരിതേച്ചും ചേട്ടനും അല്ലേ. അങ്ങനെ ഒരുപാട് ഇഷ്ടം. അപ്പോൾ വീണ ഹർഷനും സന്തോഷമായിട്ടുണ്ടാവും ഇല്ലേ. അടുത്തത് സിയരി നായർ. സിയാരി. ഞാൻ 2019 മുതലാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. ഒരുപാട് ഇഷ്ടമാണ്, മുടങ്ങാതെ കാണാറുണ്ട്. ഇന്നത്തെ വീഡിയോയും കണ്ട് ചിരിച്ചു മടുത്തു. സരിതയെ, ഞാനും ചേട്ടനെ ഇങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ചേട്ടൻ ആർമിയിൽ സബ് മേജറായി പെൻഷനായി. നൗ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. മൈ നെയിം ഈസ് ഷ്യാരി. അത് മറ്റേതാട്ടാ മീശ വരച്ചത്. ഷീല ദേവൂസ്. തകർത്തു. ഇത്രയ്ക്ക് കട്ടി വേണ്ട കറിക്ക്. 1 പാൽ ഒഴിച്ച് 1 തിളച്ച് ഉടനെ ഇറക്കാമായിരുന്നു. ചെനച്ച മാങ്ങയാണെങ്കിൽ ഇതിലും നന്നായനെ. ചെനച്ച മാങ്ങ അങ്കമാലി മാങ്ങ കറിക്ക് ഉപയോഗിക്കും. നമ്മുടെ ഇടയ്ക്ക് പൂച്ച കരയണ പോലെ, ഇടയ്ക്ക് മയിൽ കരയണ പോലെ, ഇടയ്ക്ക് പട്ടിക്കുട്ടികൾ നമ്മള് മനുഷ്യന്മാർ അയ്യോ പത്തേ ചിലപ്പോ കറിയാ. ശരിക്കും കുഞ്ഞു കുട്ടികൾ കരയണ പോലെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. കൊല്ലത്തൊരു അമ്പലം ഉണ്ടല്ലോ, അവിടെ ഭർത്താക്കന്മാരെ അണിയിച്ചൊരുക്കി, പെണ്ണുങ്ങളെ പോലെ അണിയിച്ചൊരുക്കിയിട്ട് അമ്പലത്തിലേക്ക്, ഒരു അമ്പലം അങ്ങോട്ട് ഉണ്ട്, അവിടേക്ക് ഏറ്റവും ഭംഗിയിൽ വിടുക എന്നുള്ള ഭാര്യമാര് ചെയ്യുന്ന ഒരു ഇതുണ്ട്, വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അണിയിച്ചൊരുക്കി ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് മീശ വരച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. താടി പിന്നെ വെറുതെ താമാശിക്ക് കരി എന്ന് പറഞ്ഞാല് നല്ല എണ്ണമയുള്ള കരി, ഇങ്ങനെ പൊടിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് കരിയില്ലേ, ആ കരി നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റും. നല്ല എണ്ണമയുള്ള, നമുക്ക് ശരിക്കും കണ്ണെഴുതാനൊക്കെ പറ്റില്ല അങ്ങനെ. അപ്പോൾ വെറുതെ അങ്ങനെ തന്നെ വെറുതെ അതുപോലെ ഷേപ്പ് ആവുന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഈ വിരലോണ്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് വരയ്ക്കുന്നത്. എങ്ങനെയോ അങ്ങനെയൊക്കെയായി. അത് ഭയങ്കര രസകരമായ വീഡിയോ ആയി. കമന്റുകളൊക്കെ അങ്ങനെയാണ്. നിർമ്മല ദാസ്, അജുവിനെ കാണുമ്പോൾ ഒരു കുട്ടിത്തമാണ് തോന്നാറ്. ഇപ്പൊ കുട്ടിത്തമുള്ളൊരു ഗുണ്ടയെ പോലെ. അയ്യോ അജു ഗുണ്ട. ദീപക് ശർമ്മ, വീഡിയോ കണ്ടു. ഇപ്പൊ അങ്കമാലി മാങ്ങക്കറി വെച്ചു, അടിപൊളി ടേസ്റ്റ് ആണ്. താങ്ക് യു സരിത. പാവം അജു എല്ലാ കുസൃതിക്കും നിന്ന് കൊടുക്കുന്നു. അടുത്തത് റിസ്മി. സരിതേച്ചി, അജേട്ടനെ ഇപ്പൊ കൊണ്ടുപോയാൽ നടത്തി കൊണ്ടുപോകാം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ കൈയും കാലൊക്കെ കൂട്ടിക്കെട്ടി കൊണ്ടോണ്ടി. ഭയങ്കര തമാശക്കാരിയാണല്ലോ. അടുത്തത് ആൻസ്. ഗുഡ് മോർണിംഗ് അജു ആൻഡ് സരിത. ടുഡേസ് വീഡിയോ നോൺ സ്റ്റോപ്പ് ലാഫിംഗ് ആണ് കേട്ടോ. അജുവിനെ സരിത വരച്ചു കൊടുത്ത മീശ കൊള്ളാം. പേളി ഓൾസോ ഫൗണ്ട് ഔട്ട് ദ ചേഞ്ച്. ഹോട്ട് റൈസ് പ്ലസ് അങ്കമാലി മാംഗോ കറി, സൈഡിലൊരു ഫിഷ് ഫ്രൈ കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷൻ. ഷാലറ്റ്സ് കിട്ടിയപ്പോൾ സന്തോഷമായി. Carry on ahead with agriculture. Hope for the best harvest. Bye. അങ്ങനെ. അടുത്തത് പ്രിയങ്ക വിക്ടർ. മീശ സൂപ്പർ. ബക്കറ്റ് വലിക്കുന്നപ്പോൾ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം ചെയ്യുന്ന പോലെ ഉണ്ട്. സ്വയം സന്തോഷം കണ്ടെത്തി ചിരിക്കുന്ന ഒരു കഴിവാണ്. അമ്പോ ഉള്ളി ഒരുപാട് കിട്ടിയല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്കും ഉള്ളി നടാൻ തോന്നുന്നു. ഉള്ളി ഇപ്പോൾ നട്ടോട്ടാ. ഇപ്പോൾ നട്ടാൽ 72 ദിവസമാണ് ഉള്ളിക്ക് വിളവെടുക്കാനുള്ള സമയം. ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സമയം കിട്ടും. അടുത്തത് ഷായൻ. ലവ് യു ഡിയേഴ്സ്. അജു IPS. ബിഗ് സല്യൂട്ട്. കോമഡി ഐറ്റംസ് ഒന്നും വേറെ കാണേണ്ട ആവശ്യമില്ല. സരിത ചിരിച്ചതിൽ അധികം ഞാൻ ചിരിച്ചു. അജു, ഐ അപ്രിഷിയേറ്റ് യു. യുവർ ടേക്ക് ഇറ്റ് ഈസി പോളിസി. ജസ്റ്റ് എ കിഡിങ് മൈൻഡ് ഈസ് വെരി ഗുഡ്. അതുകൊണ്ട് അജു ചെറുതാകുമല്ല, മറിച്ച് അജു ബ്രോഡ് മൈൻഡ്, വിശാല മനസ്സാണ്. നോ ഈഗോ, അതാണ് വേണ്ടത്. കേരള ഹസ്ബൻഡ്സ് മോസ്റ്റ് ഓഫ് ദം ആർ ഈഗോയിസ്റ്റിക്സ്. എനിക്കും ഈ ടൈപ്പ് ജോക്സ് ரொம்ப പിടിക്കും. ബട്ട് മൈ ഹസ് ഈസ് വെരി ഈഗോയിസ്റ്റിക്, സോ ഹി വിൽ നോട്ട് അലോ. സരിതയും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളത് ഗുഡ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും വേണം, അല്ലാതെ മസിൽ പിടിച്ച ലൈഫ് ഈസ് വെരി ബോറിങ്. പ്രാന്ത് എന്ന് ചിലർ പറയുമായിരിക്കും, സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവരാണ് അത്. സബ്സ്ക്രൈബേഴ്സിന് നൽകിയ കോമഡി ഷോക്കും കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക്സ്. ബോത്ത് ഓഫ് ദം ആർ ഇൻസ്പയറിംഗ് അസ് വിത്ത് കുക്കിംഗ് ആൻഡ് അഗ്രികൾച്ചർ. ലവ് യു ഓൾ. വളരെ സന്തോഷം. നല്ല മസിൽ പിടിച്ചിരിക്കണവരായി കഴിഞ്ഞാൽ ഞാൻ ഡൈവേഴ്സ് ചെയ്ത് പോയേനെ പണ്ടേ തന്നെ. ഞാൻ ഇങ്ങനെ ഇപ്പോഴൊന്നും ഇല്ല, പക്ഷെ പണ്ട് ഓരോന്നൊക്കെ എന്തൊക്കെയാ ചേട്ടൻ്റെ മേല് കാട്ടിക്കൂട്ടാറെന്ന് അറിയൂ. ചേട്ടൻ എല്ലാത്തിനും നിന്ന് തരും. പിന്നെ ഈ വലിയ ചുണ്ടായ കാരണം ഞാൻ എപ്പോഴും ഡും ഇങ്ങനത്തെ ഒരു സാധനം ആക്കാറുണ്ട്. ഞങ്ങളുടെ താമരശ്ശേരിക്കാരെ ബ്രാൻഡാണ് ഈ ചുണ്ടിൻ്റെ. അപ്പം എനിക്കിതും ഇങ്ങനെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുണ്ട് ചേട്ടൻ ഇങ്ങനെ കൂട്ടി പിടിച്ച് ചിലപ്പോൾ കിടന്നുറങ്ങോ. അപ്പോൾ ഉറങ്ങായാലും
അപ്പോൾ ചേട്ടൻ മറ്റെന്തിട്ട് പറയാ നന്ദുണി പാട്ടിൻ്റെ ശബ്ദത്തിൽ അതാന്ന് പറയും. എനിക്ക് അങ്ങനെ ഇരുന്നാക്കാൻ നല്ല ഇഷ്ടമാണ്. അടുത്തത് സുനിൽ മിഥില മിലൻ. സരിത ഇന്ന് ചാക്യാരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു. സിനിമയിൽ പോലും ഇത്ര കോമഡി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ കുറേ പേര് അതാട്ടാ കുറെ അതെ. ബിന്ദു KS സരിത വീഡിയോ കണ്ട് ഞാനും കുറേ നേരം ചിരിച്ചു. അജൂസ് കോമഡി സൂപ്പർ. കവിത ഹരീഷ് നിങ്ങളുടെ കൃഷിസ്ഥലം ഒട്ടും നനവില്ലാത്ത പോലെ ആയതിനാൽ മൺവെട്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ പോലെ. വൈകിട്ട് നന്നായി നനച്ചു വെക്കൂ. വൈകിട്ട് നനയ്ക്കാറില്ല. വൈകിട്ട് ഞാനിവിടെ പുല്ലിനാവും നനയ്ക്കുക. രാവിലെയാണ് ചേട്ടൻ അവിടെ നനയ്ക്കാറേ. അപ്പോൾ ഈ രാവിലെ നനച്ച് കഴിഞ്ഞ് ഈ വെയിൽ ഭയങ്കരമായ കാരണം ആണ്. നല്ല വെയിലാകുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ നനവുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ചെടികൾക്ക് മാത്രമല്ല നനയ്ക്കണ്ടോ? ചിലത് കഴിയാറായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായി കഴിയാറായതിന് നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഇനി കളഞ്ഞ് അവിടെ ഇനി വേറെ ഓരോന്ന് നടാൻ പോവല്ലേ. പിന്നെ ഒറ്റയടിക്ക് പച്ചപ്പ് കാണിക്കുന്ന കൃഷിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഒരുമിച്ചാവും വിളവ് എടുപ്പ് കഴിയുക. പിന്നെ ഒക്കെ വീണ്ടും ആദ്യം പോലും ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓരോ പച്ചക്കറികളൊന്നും കിട്ടാണ്ടാവും. അപ്പോൾ ഇതിലത്തെ ഒരെണ്ണം കഴിയുമ്പോൾ അതിലത്തെ ഒരെണ്ണം പകുതിയായിട്ടുണ്ടാവും. അങ്ങനെ മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പച്ചക്കറി കിട്ടുക. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേ സ്ഥലങ്ങളിൽ ഈ വരണ്ട പോലെയൊക്കെ തോന്നിക്കുന്നത് കേട്ടോ. അടുത്തത് സന്ധ്യ കളരിക്കൽ. അജുവേട്ടാ സരിതയെ ആദ്യം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മാങ്ങാക്കറി. സുജിതയ്ക്ക് ചോറ് കൊടുക്കട്ടെ. എന്നിട്ട് അജുവേട്ടൻ സരിതയെ സുജിതയും കൂടി ആ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിച്ചില്ലേ, അതാണ് എൻ്റെ മനസ്സ് നിറച്ചത്. സുജിതേന അജുവേട്ടൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. ഒരു പെങ്ങടെ സ്ഥാനം അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ മീശ സരിത അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. എനിക്കിഷ്ടമായി കേട്ടോ. ഇനി ഇതുപോലെ വേണം. ചിരിച്ചു ചത്തു. ജഗുവൻ ക്യാമ്പിന് പോയി എന്ന് വരും. ഇനി സുജിതയുടെ വീടും പരിസരവും കുട്ടികളെയും ഭർത്താവിനൊപ്പമുള്ള വീഡിയോ ഇടണം പ്ലീസ്. സുജിത എന്തായാലും ഫേമസ് ആയി. സുജിതയോട് പറയാം സുജിതയുടെ വീട് കാണിക്കാൻ പറ്റും ചോദിക്കട്ടെ. അടുത്ത് വൈജയന്തി മനോഹരൻ. സരിത മോളെ എൻ്റെ സുന്ദരനായ സഹോദരനെ ചിന്ന കൗണ്ടറാക്കിയല്ലേ. പാവം അജു 3 വയസ്സായ കൊച്ചു ബാലനെ മീശ വരയ്ക്കാൻ കാട്ടിക്കൊടുക്കുന്നു. കണ്ട് ചിരിച്ച് മരിച്ചു. അത് കണ്ട് രസിക്കുന്ന സരിത കാർട്ടൂൺ പോലെ തോന്നി. ഈ ക്യാമറമാൻ വല്ലാത്തൊരു സാധനം തന്നെ. ഒന്ന് ചിരിക്കടോ. എങ്ങനെ കഴിയുന്നു ഇങ്ങനെ ഇരിക്കാൻ? ചിരിക്കും മോനെ, ആയുസ് കൂടും. മനസ്സ് തുറന്ന് ചിരിക്കാൻ ഇവരെ കണ്ടു പഠിക്കൂ. സന്തോഷം. റിതം ഓഫ് നേച്ചർ. എന്നെ ചിരിപ്പിക്കാൻ ഞാൻ തന്നെ മതിയില്ലേ അജുക്കിടാവ്. ചിരിക്കണോ കരയണോ ലേ സരിതേച്ചി? നിങ്ങൾ കൊതിപ്പിച്ച് ചിരിപ്പിച്ച് കൊല്ലുമോ? അജു ചേട്ടൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ദേഷ്യപ്പെടാനും വഴക്ക് കൂടാനും പറ്റുന്ന ആളാണോ? ദേഷ്യപ്പെടും. എൻ്റെ അടുത്ത് അതിനുള്ള സ്വാതന്ത്ര്യം ചേട്ടനുണ്ട്. സ്നേഹവും സ്വാതന്ത്ര്യവും നമുക്ക് എത്രത്തോളം ഉണ്ടോ അവരോടാണല്ലോ നമ്മൾ നമ്മുടെ എല്ലാ സ്വഭാവത്തിൻ്റെയും എല്ലാ വശങ്ങളും കാണിക്കുള്ളൂ. ഏറ്റവും നമുക്ക് സ്വാതന്ത്ര്യം ആരോടാണെന്ന് വെച്ചാൽ അവരുടെ അടുത്തായിരിക്കും നമ്മളെല്ലാം കാണിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് കാണിക്കും ദേഷ്യം വരുമ്പോൾ. അതിനുള്ള വക ഞാൻ ഒപ്പിച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കും. അതന്നെ അത് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ദേഷ്യം പെട്ടെന്നൊന്നും വരില്ല. വന്നാൽ പോവില്ല. അതാ പ്രശ്നം. വന്നു കഴിഞ്ഞാൽ കുറേ സമയത്ത് നിൽക്കും. അടുത്ത ആശ. ഇന്നത്തെ വീഡിയോ കണ്ട് ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ചു പോയി. വീഡിയോ കഴിയുന്നത് വരെയും ചിരിച്ചു. സൂപ്പർ. അടുത്തത് ഭാരതി ആനന്ദ്. നമസ്കാരം അജു സരിത. പാവം അജു. അജു ഒരു പാവമായതുകൊണ്ടല്ലേ സരിത ഇങ്ങനെ സരിതയുടെ ഈ കൊടും ക്രൂരതയ്ക്ക് നിന്ന് തന്നത്. അത് വരച്ചതും പോരാ, അത് കണ്ട് സരിത ചിരിക്കുന്നു. കോമാളി വേഷം കെട്ടാൻ അജു എന്തിനാ നിന്ന് കൊടുത്തത്? എന്തായാലും ഒരു തമാശയായി. അത് കണ്ട് ഞാനും കുറേ ചിരിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ. ലോകം മുഴുവൻ കണ്ടാലും ഒന്നും സംഭവിക്കില്ല അജു. എല്ലാവരും നിങ്ങളുടെ തമാശ കണ്ട് കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടും. ഉള്ളി വിളവെടുപ്പ് ഉഗ്രനായി. മാങ്ങക്കറി കണ്ടിട്ട് കൊതിയായി. മാങ്ങ മുറിക്കുന്ന കണ്ടപ്പോൾ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വന്നു. ഈ വീഡിയോ ഇന്നത്തെയും വളരെ ഇഷ്ടമായി. അജുവിൻ്റെ മീശയും ഗംഭീരമായി. വളരെ വളരെ സന്തോഷം. അടുത്തത് മരിയാസ് ഡ്രീം ഹബ്ബ്. ഞാൻ കുറേ നാളായി ജോലി സ്ഥലത്ത് ലഞ്ച് ബ്രേക്ക് ടൈമിൽ ആണ് വീഡിയോ കാണുന്നത്. ഇന്ന് ഈ മീശക്കാരനെ കണ്ട് ചിരിച്ചൊരു വഴിയായി. അജു ബ്രോ ഒരു പാവമാണ്. അടുത്തത് ദേവി നാരായണൻ. അജു സരിത മൊബൈൽ ഓൺ ചെയ്തതും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ചിരിച്ച് വയറൊക്കെ വേദനിക്കാൻ തുടങ്ങി. അജുവിൻ്റെ കുട്ടിത്തം മാറാത്ത ഓരോരോ സ്വഭാവങ്ങളും സരിതയുടെ മുഖഭാവവും കണ്ട് കുറേ ചിരിച്ചു. സൂപ്പർ വീഡിയോ. ഗോഡ് ബ്ലസ് യു ബോത്ത്. ജഗ്ഗു മോന് സ്പെഷ്യൽ ഉമ്മ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ സിനിമയൊക്കെ ഓരോ സിനിമകളെ തമാശ സിനിമകളൊക്കെ നാടോടിക്കാറ്റ് ഇങ്ങനെയൊക്കെ കണ്ട് വരുമ്പോൾ നമ്മൾ പറയും ചിരിച്ച് വയ്യാണ്ടായി എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് ആളുകൾ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോഴേ എന്തൊരു സന്തോഷം എന്നറിയും നമുക്ക്. അതൊക്കെ എന്താ പറയുക, സ്വർണ്ണ കിരീടമാണ് നമുക്ക് തലയിൽ വെച്ച് തരുന്നത്. അത്രയ്ക്ക് എനിക്ക് ആലോചിച്ചിട്ട് അല്ലാന്നേ നമുക്കിപ്പോൾ ചിരിപ്പിക്കാനായിട്ടേ ഇപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ കാണുമ്പോൾ ചിരിക്കാണ്ടാവും. അപ്പോൾ
പിന്നെ ഇവിടെ വന്നിട്ട് ഓർത്തിട്ട് നമുക്ക് ചിരിക്കാനായിട്ടുള്ള വകുപ്പുകളില്ല, ഇപ്പോഴത്തെ സിനിമകളില്ല. ആ സമയം പണ്ടത്തെ സിനിമകൾ നമ്മൾ പറഞ്ഞ് ചിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നത്. ഞങ്ങളിപ്പോൾ ഓരോ വീഡിയോകളുടെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, സിനിമയെ പറ്റി പറയുമ്പോൾ, അതിലത്തെ ഓരോ തമാശകൾ പറയുമ്പോൾ ഇപ്പോഴത്തെ സിനിമകളിലില്ല, പഴയ സിനിമകളിലുള്ളൂ. ഒരു കാലഘട്ടം കഴിഞ്ഞു റാഫി മെക്കാർട്ടി വരയ്ക്കുള്ളൂ അല്ലേ? പ്രിയദർശൻ സിദ്ദിഖ്ലാൽ കഴിഞ്ഞ് റാഫി മെക്കാർട്ടി വരയ്ക്കായിട്ട് കഴിഞ്ഞോടി പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടില്ല ഷാഫിയുടെ പടങ്ങളും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം നമുക്ക് ഇപ്പം ഉണ്ട്. അടുത്തത് അനുരഞ്ജ് അനു, പപ്പായ ചെരിച്ച് വെച്ച് നട്ടത് എന്താ? അത് നാളെ കൃഷി ഇതിൽ പറഞ്ഞില്ലേ, ചെരിച്ച് വെച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേർപ്പെടുത്താൻ ബലം കൂടുന്നതാണ്. അത് ഇങ്ങോട്ട് നിവർന്നങ്ങോട്ട് വരുമ്പോൾ നല്ല ഇങ്ങനെയാ നിൽക്കണ്ടാവാ. അല്ലെങ്കിൽ ചേട്ടനും ചെറിയേട്ടനൊക്കെ അങ്ങനെയാ നടണേ. അപ്പോഴേ പെട്ടെന്ന് എന്താ പറയുക, ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത്തിരി വെള്ളം വരണ സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്നൊന്നും ഉറുപറ്റി മറിഞ്ഞ് വീഴില്ല എന്നാണ് പറയണത്. അത് അവിടെ വെള്ളക്കെട്ടില്ലാത്ത സാധാരണ ഉയർന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലായിരിക്കും. ഞങ്ങളുടെ അവിടെ ഒന്നും, എൻ്റെ വീടിൻ്റെ അവിടെ ഒന്നും അങ്ങനെ വെക്കില്ല. ഇവിടെ ഈ പെട്ടെന്ന് ഇത് ഇങ്ങനെ ചെരിഞ്ഞ് വീഴും. അപ്പോൾ അധികം താഴ്ത്തി വെക്കാൻ പറ്റില്ല, കുഴി എടുത്തിട്ട്. പക്ഷെ ചെരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടുത്തം കൂടുന്നതാണ് പറയുന്നത്. അത് നമ്മൾ പറയണതല്ല, കൃഷിയിലെ ഈ പപ്പായ കൃഷിയിൽ അനുഭവ പരിജ്ഞാനമുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവാണത്. എന്തുകൊണ്ടാണ് ആ വോട്ട് അറിയില്ല. ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. അജുവേട്ടൻ്റെ മറ്റ് പച്ചക്കറികൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന അമിതമായ ജൈവവള പ്രയോഗം കൊണ്ടാണ്. ഉള്ളി വിളവെടുപ്പ് നടത്തിയപ്പോൾ അജുവേട്ടൻ പറഞ്ഞു ഇതിന് ചാണകം മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന്. മിതമായ രീതിയിൽ വളം ഇട്ടപ്പോൾ ഉള്ളി നല്ലോണം ഉണ്ടായല്ലോ. കണ്ടാ, മണിത്തക്കാളി പെട്ടെന്ന് നശിച്ചു പോയത് അമിത വെള്ളം കൊണ്ടാണോ? പിന്നല്ലാണ്ട് ചാണകം കൂടിയതുകൊണ്ട് കുഴപ്പം. ജൈവവളം എന്തോരം വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇപ്പോ അങ്ങനെ ഇതാവാത്തന്നെ നോക്കി മണിത്തക്കാളി ഇഷ്ടം പോയിട്ട് അറിയോ. ഇനിയിപ്പോൾ ആ തടങ്ങളിലില്ലേ, ഓരോ നശിച്ചു പോയ തടങ്ങളിൽ ഒന്നിനും ഒരു വളവും ചെയ്യണ്ട കുറേ കാലത്തേക്ക്. അത്ര നാളത്തേക്കുള്ള വളം ഓരോന്നിന്റെ കടക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ചാണപ്പൊടി മെയിനായിട്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. മീശ വരച്ചപ്പോൾ അജേട്ടൻ ശിക്കാരി ശംഭുവായി മാറി. മീശമാർജാരൻ പോലെ കമന്റ് ഉണ്ടായിരുന്നു. മീശമാർജാരൻ, അതെ, കുറേ ഉണ്ട്, കുറേ പേരുകൾ കിട്ടിയായിരുന്നു. അടുത്തത് ഫാത്തിമ നാജ, അജിയേട്ടാ സരിതേച്ചി നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിട്ട് കുറേ ചിരിച്ചു. എൻ്റെ അജുവേട്ടൻ്റെ മീശ കണ്ട് കുറേ ചിരിച്ചു. പിന്നെ ശ്രീലേഖ പനിയും ചുമയുമായി കിടക്കുന്ന ഞാൻ മിണ്ടാൻ വയ്യ, ചുമ കാരണം. മീശ കണ്ടപ്പോൾ ചിരിച്ച് ചുമ കൂടി. കാണിക്കുന്നത് ചെറിയ മണ്ടത്തരാണേലും കുട്ടികൾ കാണിക്കുന്ന പോലെ തോന്നും. നെഗറ്റീവ് കമൻറ്റ് ആരും സരിതയെ പറയില്ല കേട്ടോ, എല്ലാവരും ചിരിക്കേ ഉള്ളൂ. എനിക്ക് കണ്ടപ്പോൾ കേണലിനെ പോലെ തോന്നി. കേണലോ, അയ്യോ വയ്യ. അടുത്തത് വത്സ TJ, ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്, ബട്ട് കമൻ്റ് ഇടാറില്ല. കുറേ ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെ കണ്ട് കഴിയുമ്പോൾ ഒരു റിലാക്സേഷൻ ഫീലിംഗ് ആണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്. സരിത ലുക്ക് സോ സ്ലോ ടു ഡു വർക്ക്സ്, എസ്പെഷ്യലി വെൻ കുക്കിംഗ്. അജു ഹെൽപ്സ് എ ലോട്ട്. എന്നിട്ടും സരിത പെട്ടെന്നൊന്നും ചെയ്യില്ല. ഐ തിങ്ക് വെൻ വിൽ ദ കറി ഈസ് ഗോയിങ് ടു റെഡി. Sarida always blaming and shaming Aju about his hunger and eating. He is working hard. He will get hunger soon. കയ്യിലോട്ട് എടുത്ത് 2 കിളച്ച് നോക്കൂ സരിത, അപ്പോഴറിയാം വിശപ്പും ദാഹവും ഒക്കെ. അല്ല, ഞാൻ ജോലി ചെയ്യുന്നത് വളരെ സ്ലോ ആണെന്നാണ് പറയണേ. ഞാനില്ലേ സത്യം പറയാം, ബാക്കിയുള്ള പണികളില്ല, ഇപ്പം ക്ലീനിങ് പണികൾ, അടിച്ചു വാരൽ, തുടയ്ക്കൽ, അലക്കൽ, അരയ്ക്കൽ, പാത്രങ്ങൾ കഴുകൽ, അങ്ങനത്തെ വീട്ടുപണികളൊക്കെ ഉണ്ടല്ലോ. കുക്കിംഗ് അല്ലാണ്ടുള്ള ജോലികൾ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ ചെറുതിലൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ് അങ്ങനെയൊക്കെ തൊട്ട് തന്നെ പറ്റാവുന്നതൊക്കെ എന്നെ കൊണ്ട് ശീലിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് വയ്യാത്ത കാരണം അമ്മാമ്മയാണ് ഉണ്ടാവുക, വയസ്സായ അമ്മാമ്മയാണ്. അപ്പോൾ അമ്മാമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ നല്ല എക്സ്പേർട്ടായി. അപ്പം ഞാൻ പണികൾ ചെയ്യണത് കാണുമ്പോഴായാലും എല്ലാവരും പറയാറുണ്ട് ഞാൻ ചെയ്യണത് നല്ല വൃത്തിയിൽ ചെയ്യണ പണികൾ ഭയങ്കര സ്പീഡിലും എന്നാൽ വൃത്തിയിലും ചെയ്യും. അടിക്കലായാലും തുടക്കലായാലും അലക്കലായാലും ഒക്കെ ഞാൻ നല്ല സ്പീഡിലും, നല്ല സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള സ്പീഡല്ല, ഒരു പരിധി വിട്ട് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് ആ പണി കണ്ടാൽ തന്നെ നമുക്കറിയാം വൃത്തി ഉണ്ടാവില്ല. സ്പീഡിൽ പണികൾ കഴിഞ്ഞു പോകണ്ടോ, പക്ഷേ ഒന്നും വൃത്തിയാവില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ അടിച്ചു വരാണെങ്കിൽ തന്നെ മുക്കും മൂലയും ഒക്കെ അടിച്ചൊക്കെ ക്ലീൻ ആക്കി വരുമ്പോൾ ഇങ്ങനെ ഇത്തിരി സമയം എടുക്കും. പക്ഷെ എന്നാലുള്ളത് ഇങ്ങനെ വളരെ സ്ലോവിൽ ഇങ്ങനെ ആയ പോലെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ സ്പീഡിൽ അങ്ങനെ ചെയ്യും കേട്ടോ, അതും വൃത്തിയിൽ ചെയ്യും. പക്ഷെ കുക്കിംഗ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് ചെയ്യാൻ തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ചെയ്തിട്ടില്ല. 5 കൊല്ലം അല്ലൻ ചേട്ടൻ്റെ വീട്ടിലല്ലേ, സീമ ചേച്ചി സൂപ്പറായിട്ട് കുക്കിംഗ് ചെയ്യും.
അപ്പോഴായാലും എനിക്ക് ഈ ഹെൽപ്പിംഗ് പരിപാടി ഇനി അവിടെയും 5 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. ഈ ചേച്ചിക്കൊക്കെ അടുപ്പിച്ച് കൊടുക്കുക, അവിടെയാലും അടിക്കൽ, തുടക്കൽ, അലക്കൽ അങ്ങനത്തെ പണികൾ തന്നെയാണ് ഞാൻ ചെയ്യാറ്. വീട് മാറിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതിൽ ഒന്നാമത്തേൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ കുക്കിങ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ആരും ഇല്ലാണ്ട് അടുക്കളയിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്പീഡിൽ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കണു, അപ്പോൾ ഒരു സബോള അരിഞ്ഞു, അത് വഴറ്റണതിൻ്റെ സമയം കൊണ്ട് ഇഞ്ചിയും മറ്റേ സാധനങ്ങൾ അരിഞ്ഞു, അത് ചെയ്യും. അപ്പോൾ അതൊക്കെ ആവണ സമയം കൊണ്ട് ഉള്ള പാത്രങ്ങൾ കഴുകി വെച്ച് അടുക്കള ക്ലീനാക്കി, അങ്ങനെ നമ്മുടെ കുക്കിങ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും സാധാരണ ചെയ്യണ പോലെ തന്നെ കൂട്ടാനാവുമ്പോഴത്തേക്കും ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് പോരാ, അങ്ങനെ ചെയ്യും. ഒരു അത്രയ്ക്ക് സ്പീഡിൽ ചെയ്യില്ലെങ്കിലും ഒരുമാതിരി സ്പീഡിൽ ചെയ്യും. പക്ഷെ ആരെങ്കിലും എൻ്റെ അടുത്ത് നിൽക്കണ്ടെങ്കിലേ എനിക്ക് പിന്നെ എൻ്റെ പണി തീരില്ല. അതേസമയം ഞാൻ പഠിക്കുകയാണ്, തുടക്കുകയാണ്, അലക്കുകയാണ്, അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോഴാണ് എത്ര പേര് അവിടെ നിൽക്കണ്ടെങ്കിൽ എൻ്റെ പണി കഴിയും. പക്ഷേ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളടുത്ത് നിൽക്കണ്ടെങ്കിൽ എൻ്റെ പണി കഴിയില്ല. പിന്നെ ഷൂട്ടിങ് ചെയ്യുമ്പോഴത്തെ കാര്യം തീരും പറയണ്ട. ഞാൻ സ്ലോ തന്നെയായിരിക്കും ഷൂട്ടിങ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കഷ്ണം അരിയണതൊക്കെ വേണമെങ്കിൽ ഞാൻ സ്ലോവിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ചേച്ചിക്ക് തോന്നിയെന്ന് നമ്മുടെ പണി കണ്ടപ്പോൾ, എൻ്റെ പണി കണ്ടപ്പോൾ ഇത് ഏത് കാലത്താവാനാന്ന്. അജുനാണെങ്കിൽ വിശപ്പ് കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഇത് വേഗമാക്കി കൊടുക്കണ്ടേ, പാവം ഈ പണിയെടുത്ത് വരുമ്പോഴത്തേക്കും വിശക്കില്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും ചേട്ടൻ്റെ വിശപ്പിനെയും ഭക്ഷണം കഴിക്കലേനും കളിയാക്കലാണ് എൻ്റെ പണി. അല്ലാണ്ട് വിശന്ന് തളർന്ന് പണിയെടുത്ത് തളർന്ന് വരുന്ന ഭർത്താവിന് വേഗം ആക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യില്ല എന്നാണ് പറയണേ. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാലും നമ്മുടെ ചെയ്യണ പോലെ സ്പീഡിൽ കഴിയില്ല. അത് ചേച്ചി ഇങ്ങോട്ട് വരാണെങ്കിൽ ഒരു വീഡിയോ അതന്നെ നമ്മുടെ കൂടെ ഒരു കുക്കിംഗ് ചെയ്ത് നോക്കുക, ഒരു കുക്കിംഗ് വീഡിയോ, അപ്പോൾ മനസ്സിലാവും നമ്മൾ അടുക്കളയിൽ ചെയ്യണം. ഒന്നാമത്തേൽ ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് ഷൂട്ട് ചെയ്യണ സമയത്തൊക്കെ സ്പീഡ് കുറവിൽ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് എന്താ പറയുക, അതിൽ ഞാൻ എക്സ്പേർട്ടല്ല കുക്കിങ്ങിൽ. പിന്നെ സതീദേവി, ഹായ് അജു, സരിത, ജഗു. സരിതമോൾ പറഞ്ഞത് ശരിയാണ്. അജുവിൻ്റെ കുട്ടിത്തം കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തോന്നി. ഇന്ന് പേളിയെ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടപ്പോൾ ചിരി വന്നു. എന്ത് ധൈര്യത്തിലാണ് അവൾ വന്നേ. അജുവിൻ്റെ മീശ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കറി സൂപ്പർ, ഒരുപാട് ഇഷ്ടം. അടുത്ത് ഹാപ്പി ലൈഫ്. ആ ബക്കറ്റ് വലിച്ചുകൊണ്ട് പോകുന്നതും അതിൻ്റെ വിവരണവും ഞങ്ങൾ അജയേട്ടനെ കൊണ്ടേ പറ്റൂ. ഭ്രാന്തായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവ് ആർക്കും കിട്ടില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ചാനൽ തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ സ്നേഹമുള്ള 2 ആളെ കാണാൻ പറ്റുമായിരുന്നോ? ഇങ്ങനെ ചിരിക്കാൻ പറ്റുമായിരുന്നോ? ഓരോ ചാനലും ഏതൊക്കെ ആളുകളെ, സമൂഹത്തിന് ഒരു മെസ്സേജും തരാത്തവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ ഇൻ്റർവ്യൂ കാണാൻ ആഗ്രഹിക്കുന്നു. അജുവേട്ടൻ നല്ല കർഷകനും നല്ല ക്യാരക്ടറും. നിങ്ങളോടുള്ള സ്നേഹം പറഞ്ഞാൽ തീരില്ല. പുകഴ്ത്താണല്ലോ, അപ്പൊ കേൾക്കാൻ നല്ല രസം. അടുത്ത് VVS ചാനലുകളിൽ ഇപ്പൊ സംസാരിക്കാനും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ വിളിക്കുന്നുണ്ടാവും, നമ്മൾ അറിയാണ്ടാവും ചിലപ്പോ. അല്ല, ഇൻസ്പിറേഷൻ, സമൂഹത്തിന് ഭയങ്കര ഇൻസ്പിറേഷനുള്ള ചാനലുകളൊക്കെ ഇഷ്ടം പോലെ പേര്. ഓരോ നമ്മുടെ കോടീശ്വരനല്ല എന്തൊരു ചേട്ടാ, ഫ്ലവേഴ്സ് ഒരു കോടി, അതില് ശ്രീകണ്ഠൻ നായരുടെ ഷോ, അതിലൊക്കെ വന്നിട്ട് കണ്ടിട്ടില്ലേ? ഞങ്ങൾക്ക് നിങ്ങളുടെ അംഗീകാരം മാത്രം മതി. ഇനി വേറെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്താലും ഈ പറയണതൊക്കെ തന്നെ അവിടെ പോയി പറയാനുള്ള. VVS ക്രിയേറ്റീവ് വർക്ക്സ്, വടിവേലുവിനെ പോലെ ഉണ്ടെന്ന് ചേട്ടൻ. പ്രേമ മലയത്ത്, അജു ഒരു പാവമായതുകൊണ്ടല്ലേ സരിതയെ ചിരിച്ചൊരു വഴിക്കായി. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടിത്ത ഒളിഞ്ഞിരിപ്പുണ്ട്, ഇടയ്ക്കൊക്കെ നമ്മളത് പുറത്തെടുക്കണം. സരിതയ്ക്ക് ചിരിക്കണോ കരയണോ എന്നായി. ഉള്ളി വിളവെടുപ്പ് ഉഷാർ, കഥയും പാചകവും കുസൃതിയും എല്ലാമായി നല്ലൊരു വീഡിയോ. അങ്ങനെ നിതിനും മിണ്ടിയിലോ. അത് എന്തുട്ടാണാവോ ഇവിടെ ഒറ്റയ്ക്കുള്ളപ്പോൾ ചെയ്യാൻ പോണതാണാവോ ചേട്ടൻ കാണിക്കാൻ പോണെന്നുള്ള നിങ്ങളെപ്പോലുള്ള അതേ ആകാംക്ഷയിലാണ് ഞാനും അവിടെ നിൽക്കണ ആ സമയത്ത്. ഈ ബക്കറ്റ് കൊണ്ടുവച്ചു, 2 ബക്കറ്റ് വെച്ച് മറ്റേ വെട്ടോത്തിയും എന്തുട്ടൊക്കെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചല്ലോ. എന്നിട്ട് ഈ ഓസ് എടുത്തിട്ട് എന്തുട്ടാണാവോ ഇതുമ്പോൾ കാണിക്കാൻ പോണേന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴാണ് ഇത് വലിച്ചു കണ്ടത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറ്? ഇവർക്കൊന്നും അറിയില്ല എന്തുട്ടാണ് അടുത്ത് സംഭവിക്കാൻ പോകണം. ഞാനിവരോടൊന്നും പറഞ്ഞിട്ടുമില്ല. കാരണം ഞാനിത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൂട്ടിക്കിട്ടുണ്ടാവും, അവിടെ ഇവിടെ കൈക്കോട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പൈപ്പ് ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു ദിവസം വലിച്ചപ്പോൾ ഇങ്ങനെ വലിച്ചപ്പോൾ കൈക്കോട്ട് ഇതൊക്കെ ഇങ്ങനെ കൂടെ പോരുന്നു. അപ്പോൾ അത് ഭയങ്കര രസം, ഇങ്ങനെയാണ് വലിച്ചിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തിരിച്ച് വലിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് പോണത്. അപ്പോൾ നമുക്ക് തന്നെത്താൻ ചിരി വരാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വെച്ചിട്ട് അവിടെ എന്തായാലും നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല, അപ്പോൾ വെറുതെ രസം. അടുത്തത് സന്ധ്യ ബിജു.
ചേട്ടാ വീഡിയോ കണ്ട് ചിരിച്ചു വയ്യ. സരിത ചേട്ടന് പെട്ടെന്ന് ഗുളിക വാങ്ങി കൊടുക്ക്. ഇപ്പോഴാണെങ്കിൽ ഗുളികയിൽ നിൽക്കും, അല്ലെങ്കിൽ പാടുപെടും. ബക്കറ്റ് അടുക്കി വെച്ചിട്ട് ഓസിട്ട് വലിക്കുന്ന കളി കൊള്ളാം. അത് കണ്ടിട്ട് ചിരിച്ചു വയ്യാതായി. സരിത മീശ വരച്ചപ്പോൾ വൃത്തിയിൽ വരയ്ക്കായിരുന്നു. ചേരുന്നുണ്ട്. ഇടയ്ക്ക് മീശ വളർത്തിയതായിരുന്നല്ലോ. പേളി ചേട്ടൻ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇവൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇനി അടുത്തത് ജയശ്രീ സുധാകരൻ. ഈ അജുവിൻ്റെ ഒരു കാര്യം, മാനസികാരോഗ്യം ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷെ അധികമാകാതെ നോക്കണേ സരിത. അതന്നെ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നൊക്കെ ചീനാണ്. ഇപ്പോൾ അകലെന്നുള്ളവർ ചിലപ്പോൾ മതിലിൻ്റെ അവിടെ നിന്നൊക്കെ തലകൾ ഇങ്ങനെ പോക്കി. അടുത്ത പ്രദേശത്തൊന്നും വീടുകളൊന്നും ഇല്ലാത്ത നന്നായി. അല്ലെങ്കിൽ ആളുകൾ ശരിക്കും ഭ്രാന്താണെന്ന് ഇത് തന്നെയാണ്. അതെ, പക്ഷെ ഇത്തിരി വട്ടുള്ളത് നല്ലതാ. നമ്മുടെ ചിരി ക്ലബിലൊക്കെ ആളുകൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് ചിരിക്കുന്നുണ്ടല്ലേ. അത് എന്തിന് നമുക്ക് ആരോഗ്യത്തിന് നല്ല ആയുസ്. നമ്മളിങ്ങനെ പറയാനായിട്ടുണ്ട്, നമ്മളോട് ദേഷ്യമുള്ള ആളുകൾ എതിരെ വരുമ്പോൾ നമ്മൾ അവരെ നോക്കിയിട്ട് 6666 നിങ്ങൾ മനസ്സിൽ പറയാന്ന് 666 അപ്പോൾ ചിരിക്കുന്നതായിട്ട് നമ്മൾ തോന്നില്ലേ. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ കൂട്ടാവുന്നു ദേഷ്യമൊക്കെ പോയിട്ട് അവരെ നമ്മുടെ മുഖത്തിൽ നോക്കിയല്ലേ നമ്മൾ ഈ ചിരിക്കണത് കാണുള്ളൂ. അല്ല, നമ്മൾ ചിരിക്കല്ലേ ചെയ്യണത്, നമ്മൾ വെറുതെ മനസ്സിൽ കണക്കൂടുന്നു. ഞാനേ വരുമ്പോണ്ട അജു മുഖത്ത് നോക്കി വിളിക്കണു, ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ലേ. എന്റെ പട്ടി നോക്കുക അവന്. അല്ല, ഞാൻ 2 വയസ്സാണ് കേട്ടാ. നീ പറഞ്ഞ 666 ഒന്ന് മുഖം ഒന്ന് വികസിപ്പിച്ചിട്ട് പറയും ഇതാങ്ങിയ ഞാൻ ഗൗരവത്തിൽ കേട്ടോ നോട്ടെ പറഞ്ഞു പറയേ. എന്തൊരു 6 ഒന്ന് മുഖം ഒന്ന് വികസിപ്പിച്ചിട്ട് പറയുന്നു. ചേട്ടനൊന്ന് പറഞ്ഞു നോക്കിയേ. 666 അല്ല, അതിപ്പോ ചിരിച്ചാ പോരാ. എങ്ങനെയാണ് എന്തിനീ 6 തന്നെ പറയണ? ചിരിക്കാൻ ഇവിടെ മനസ്സ് അനുവദിക്കുന്നില്ല. ചിരിച്ചുകൊണ്ട് 666 എന്ന് പറയണേനേക്കാളും വെറുതെ ചിരിച്ചാ പോരെ. ചിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലാന്ന്. അപ്പൊ നമ്മളെന്തെങ്കിലും പെറുപുറത്ത് പോയില്ലേ. അടുത്തത് നികിത സാബു. എന്റെ അജ്ജുവേട്ടാ, നിങ്ങളെ കൊണ്ട് തോറ്റു ചിരിച്ചൊരു വഴി. അങ്കമാലി മാങ്ങക്കറി എന്റെ ഭർത്താവിന് നല്ല ഇഷ്ടമാണ്. എന്റെ വീട്ടിൽ ആഴ്ചയിൽ 3-4 ദിവസം വെച്ച് വെറുപ്പിച്ച കറിയാണ്. എന്റെ മക്കൾ അങ്കമാലി മാങ്ങക്കറി എന്ന് കേട്ടാ ചോദിക്കും, അമ്മയ്ക്ക് വേറെ ഒന്നും വെക്കാൻ അറിയില്ലേ എന്ന്. അജ്ജുവേട്ടാ, സരിത, സുജിത, ക്യാമറാമാൻ ജഗ്ഗു, കുട്ട, നന്ദി. അടുത്തത് സിന്ധു തയ്യിൽ. തേങ്ങയും എന്ന് പറഞ്ഞുള്ള ആ ചൂണ്ടൽ കുറേ ചിരിച്ചുട്ടോ. താങ്ക് യു ബൂത്ത്. ഞാൻ ആ വീഡിയോയിൽ ഏറ്റവും ചിരിച്ചത് അതാ. വീഡിയോ കണ്ടപ്പോൾ മാങ്ങയും, അപ്പം ഞാൻ മോളിൽ നോക്കി തേങ്ങയും ചൂണ്ടിയോടത്തേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങയാ അല്ല തേങ്ങാപ്പാല്. അത് അടുത്ത അനിതാ പ്രവീൺ. ഹായ് ഹരിവന്ദനം, ഗുഡ് മോർണിംഗ് അജുവേട്ടൻ, സരിതേച്ചി, ജഗ്ഗു. കിഴക്കിൽ നിന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പൊൻകിരണങ്ങളാൽ ഇലത്തുമ്പിൽ നിന്ന് ഉതിർന്നു വീഴാൻ തുടങ്ങുന്ന ഹിമകണങ്ങളായി ചെറുതൂവൽ സ്പർശമായി തഴുകി ഉണർത്തുന്ന ഇളം തെന്നലായി ഇതൾ വിടർത്തിയ പുഷ്പങ്ങളിൽ തേൻ നുകരാനെത്തുന്ന ശലഭങ്ങളെപ്പോലെ മനോഹരമായൊരു സുപ്രഭാതം, മനോഹരമായ കാഴ്ച, നല്ല വീഡിയോ, വളരെ മനോഹരം. ഈ മെസ്സേജ് വായിക്കണേ. അടുത്ത കമൻറ്റിൽ ഗോഡ് ബ്ലസ് യു, ഹാപ്പി വാലന്റൈൻസ് ഡേ. മനോഹരമായ. അടുത്തത് സിനി ശ്രീ ഈസി കിച്ചൺ. തണ്ടുണങ്ങുമ്പോൾ ആണ് ഇവിടെയൊക്കെ ഉള്ളി പറിക്കുക, അല്ലാതെ തണ്ടുണങ്ങുമ്പോൾ ആരും അതിനെ ഉപേക്ഷിച്ച് പോവില്ല മാധവാ. അടുത്ത തോമസ് മംഗലം. ഇങ്ങനെയാണോ മീശ വരയ്ക്കുന്നത്? ഇതുവരെ കാണാത്തൊരു ഷേപ്പ്, ആന പട്ടയെടുത്ത് നിൽക്കുന്ന പോലെയെന്ന്. നല്ല ഉപമ. ഒരു ഭാഗത്ത് കയറിയിട്ട് ഒരു ഭാഗത്ത് ഇതിങ്ങനെ നിൽക്കുമല്ലോ അല്ലേ, ആന പട്ടയെടുത്ത് നിൽക്കാന്ന് പറയാം. അയ്യോ. അടുത്തത് സതീശൻ. തലയ്ക്ക് വട്ടായി, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. അതിനിടയ്ക്ക് യാത്ര, ഷോറൂം സന്ദർശനം, മഹാബോർ. തൃശ്ശൂർക്കാർ മാത്രമല്ല നിങ്ങളുടെ വീഡിയോ കാണുന്നത്. ഓക്കെ അല്ലേ? ലോകം മുഴുവനാണ്. പരാതിയല്ല, പറയണമെന്ന് തോന്നി. ആളെന്നെ പറഞ്ഞു തലയ്ക്ക് ഇത്തിരി വട്ടുണ്ട്, അത് കാരണമാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കണേന്ന്. അടുത്തത് രമ്യ കൃഷ്ണൻ. അജുവിൻ്റെ ഓരോ നീക്കവും സരിത നെഞ്ചെടുപ്പോടെയാണ് നോക്കുന്നത്. എന്തെന്നാൽ അടുത്ത നിമിഷം എന്ത് കോമാളിത്തരമാണ് കാട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. സുഗന്ധി പി എസ്. അല്ല, അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒരുവിധം സാധാരണഗതിയിൽ യൂട്യൂബ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവില്ല. നമുക്ക് അങ്ങനെയില്ല, ഒരു പ്ലാൻ ഉണ്ടാവും. പക്ഷേ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും വീഡിയോ എടുക്കുമ്പോൾ എവിടെയാണ് സ്ക്രിപ്റ്റിനും പ്ലാൻ ചെയ്യാനൊക്കെ സമയം? അല്ലെങ്കിലും ചെയ്യാറില്ല.
അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഇത് നാച്ചുറലായിട്ട് വന്ന് ഭവിക്കുന്നതുകൊണ്ടാണ് അത് നന്നായി വരുന്നത്. അല്ലാതെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ പറയും, അപ്പം നീ ഇങ്ങനെ പറഞ്ഞോളൂ, അപ്പം ഞാനിങ്ങനെ പറയും, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ലത് വരാണെങ്കിൽ അത് രസം വീഡിയോ കാണാൻ. ചിലപ്പോൾ ചില കഥകളൊക്കെ ചേട്ടൻ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം എന്നോട് പറയും വീഡിയോ എടുക്കണതിന് മുന്നേ ഞാൻ ഇന്നൊരു കഥ പറയുന്നുണ്ടെന്ന് പറയും. അപ്പം ഏതാ കഥ എന്ന് ഞാൻ ചോദിക്കില്ല, കാരണം എനിക്കത് അപ്പം കേട്ടാൽ മതി. ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പ്രതികരിക്കാനൊക്കെ ഉള്ളത്. അപ്പം അത് കേൾക്കുമ്പോഴാണ് നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ എൻ്റെ വരുള്ളൂ. മുന്നേ കേട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയി ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പറയും അപ്പം എനിക്ക് കേട്ടാൽ മതി എന്ന് പറയും. സുഗന്ധി PS, സരിത അജുവേട്ടൻ മീശ വരയ്ക്കുന്നത് കണ്ട് സരിതയുടെ ഒപ്പം നിന്ന് ഞാനും ചിരിച്ചൊരു വഴിയായി. അജുവേട്ടൻ്റെ അതിനൊപ്പമുള്ള സംസാരം, പിന്നെ അജുവേട്ടൻ മീശ ഉള്ളത് നല്ലതാണ്, കാണാൻ ഭംഗിയുണ്ട്, കൊമ്പ് കളഞ്ഞാൽ മതി. നിങ്ങളുടെ ഇത്തരം വീഡിയോസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം. സന്തോഷം. പിന്നെ ഹെൽവിൻ, അജുചേട്ടാ, സരിതേച്ചി, ജഗു നമസ്കാരം. ഓരോ ദിവസം ഞങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അജുചേട്ടൻ്റെ കയ്യിൽ ആദ്യം സ്ക്രിപ്റ്റ് കാണാത്തത് കൊണ്ട് ഞാൻ കരുതി പാവം ഒറ്റയ്ക്ക് ഓർത്തിരുന്ന് ചെയ്യുന്നതാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന്. പാചകത്തിൽ മുഴുകിയിരിക്കുന്ന അജുചേട്ടന് ചുറ്റും നടക്കുന്നത് ഒന്നും കേൾക്കാനേ കഴിയുന്നില്ല. സരിതേച്ചി പാവം അവിടെ കുത്തിയിരുന്ന് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്, ആര് കേൾക്കാൻ. മെയിൻ ഷെഫ് പാചകത്തിനിരിക്കുന്ന പോലെയാണ് എനിക്ക് ചേട്ടനെ തോന്നിയത്. പിന്നെ സംഗതി ഫ്രൈഡ് റൈസ് ആണെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. പ്രണയദിനത്തിൽ സരിതേച്ചിക്ക് വലിയ പൂവാണ് കിട്ടിയത്. എന്തിനാണ് റോസാപ്പൂവ്? വീഡിയോ സൂപ്പർ. അത് നമ്മൾ ഇവിടെ പാചകം ചെയ്ത് അതെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീ അടുപ്പിൽ കത്തിയ തീയാണല്ലോ. അതാകുമ്പോ പെട്ടെന്ന് സാധനങ്ങളൊക്കെ കരിയാനും ഇതിനും. അതാണോ ചേട്ടാ അങ്ങനെ? അല്ല അതൊന്ന് ഞാൻ വീഡിയോ തുടക്കം തൊട്ട് തന്നെ പറയുന്നുണ്ട് ചേട്ടൻ ഉഷാറില്ലേ എന്ന്. പക്ഷെ ഉഷാറില്ലെങ്കിലും വെള്ളിക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടമാനം ഐറ്റംസുകൾ അങ്ങോട്ട് ഓർത്തിരിക്കാനായിട്ടേ ഇതെല്ലാം കൂടിയിട്ട് ആകെ കൺഫ്യൂഷൻ ആകപ്പെടും. നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കില്ലേ, അപ്പോൾ മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആദരിക്കാണ്ട് ആഴ്ന്ന് ഞാൻ ഇറങ്ങി അതിൽ ആഴ്ന്ന് ഇരുന്നു. അപ്പോൾ ചുറ്റും നടക്കുന്നതൊന്നും കാണാൻ കഴിയില്ല നമുക്ക്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഓരോന്ന് പറയണ്ട, അതൊന്നും ആൾ കേൾക്കണമെന്നും ഉണ്ടായിരുന്നില്ല. രഞ്ജിത്ത് മേനോൻ, അജു സരിത നമസ്കാരം. നിങ്ങളുടെ മുറ്റത്തുള്ള കോളിഫ്ലവർ എന്തിനാണ് ഇങ്ങനെ കഴുകുന്നത്? അതില് പൊടി ഉണ്ടാവില്ലേ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ? വിഷം ഉണ്ടാവില്ല, വിഷം അടിച്ചിട്ടില്ല നമ്മൾ, അതുകൊണ്ട് വിഷം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര കാറ്റും പൊടിയും ഉണ്ട്. അപ്പൊ പൊടി മണ്ണൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ നിൽക്കണം, താഴത്തന്നെയല്ലേ. പിന്നെ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ മണ്ണ് തെറിക്കാം. നന്നായി കഴുകണം. പിന്നെ ഇൻസെക്ട്സ് ഉണ്ടെങ്കിൽ വെള്ളത്തിലിടുമ്പോൾ തന്നെ മുകളിൽ വരും. അജു മുട്ടയ്ക്ക് ഓവർ കുക്ക്ഡ് ആയാൽ സ്വാദ് ഉണ്ടാവില്ല. സരിത പറഞ്ഞ പോലെ ചെയ്താൽ മതി. എല്ലാ പച്ചക്കറികളിട്ട് ഇതാവില്ലേ, അപ്പോഴേ മുട്ട ഒഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ മുട്ട ഒഴിച്ചിട്ടാണ് പിന്നെ പച്ചക്കറി ഇട്ടത്. ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് നമ്മുടെ ഫുഡാണ്, അടിപൊളിയായിരുന്നു ഫ്രൈഡ് റൈസ്. നമ്മുടെ ഫുഡാണ് പ്രിപ്പറേഷൻ ബുദ്ധിമുട്ട്. ചൈനീസ് സുഖമല്ലേ ചെയ്യാൻ. ശരിയാ, ചൈനീസ് വേഗാവും. എല്ലാ സാധനങ്ങളും റെഡി കഴിഞ്ഞാൽ വേഗാവും. അധികം കുക്ക് ചെയ്യാനൊന്നും നിൽക്കില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൈനീസ് സാധനങ്ങൾ. അടുത്തത് ജയാശാന്തിനി, ഫുഡ് അടിപൊളിയായിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. സരിതയുടെ ചിരി സൂപ്പർ. അയ്യോ, എനിക്ക് എൻ്റെ ചിരി വീഡിയോയിൽ കേൾക്കുമ്പോൾ എനിക്ക് എന്ത് കക്കക്കക്കന്ന് പറഞ്ഞിട്ടൊരു ചാതി പോലെ തോന്നും. ആ സമയത്ത് അങ്ങോട്ട് പെട്ടെന്ന് അതൊന്നും ഓർമ്മയില്ലാണ്ട് അങ്ങോട്ട് ചിരിച്ചു പോകും. ഞാനും വിചാരിച്ചായിരുന്നു പണ്ട് എൻ്റെ വർത്താനം വളരെ ബോറായിരുന്നു വിചാരിച്ചാൽ കേൾക്കുന്നതൊക്കെ. അത് കേൾക്കാൻ ഇഷ്ടമുള്ള എത്ര പേരല്ലേ. അങ്ങനെയുണ്ട്. അപ്പോൾ അത് പറഞ്ഞത് സരിതയുടെ ചിരി സൂപ്പർ. അജുവേട്ടൻ പറയുന്നു. അല്ല, നമുക്ക് നമ്മുടെ ചിലപ്പോൾ ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അരോചകമായിട്ട് തോന്നിക്കുന്നു. പിന്നെ അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അജുവേട്ടനെ വെപ്രാളവും ജോക്കും കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും? ഞാനും ഒരുപാട് ചിരിച്ചു. റിയാസ്, സരിത എനിക്കിന്ന് നല്ല എനർജിയാ, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അജു, എനിക്ക് നേരെ തിരിച്ചും, ഒരു നിർവികാര ജീവിയെ പോലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ പണ്ടാര സാധനം. പിന്നെ സരിതയുടെയും ജഗ്ഗുവിൻ്റെയും സന്തോഷത്തിന് ഞാൻ നിന്ന് കൊടുത്തു, അത്ര തന്നെ. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ വെറും ഒരു മണകോണാഞ്ചൻ ഭർത്താവല്ലാന്ന്. അടുത്തത് രാഗി സജി, അത് ചേട്ടാ അന്നത്തെ വീഡിയോയിൽ ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ചേട്ടൻ സീരിയസ് ആയിട്ടാണ് ചിലത് പറയുന്നത്, പക്ഷെ ഞങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റില്ല. മണിബെൽ, ഇന്നത്തെ ചിരി വാക്കുകൾ എഴുതി തീർക്കാൻ പറ്റുന്നില്ല, ഒന്നുകിൽ നേരിട്ട് കണ്ട് പറയണം, അല്ലെങ്കിൽ ഒരു വോയിസ് എങ്കിലും ഇടണം. എൻ്റെ ചേച്ചി അത്രയ്ക്കും ചിരിച്ചു. താങ്ക് യു ചേട്ടാ. എന്ത് വിഷമമുണ്ടെങ്കിലും എല്ലാം മാറുന്നൊരു മാജിക് അവിടെയുണ്ട്. ലവ് യു ഡിയേഴ്സ്. സന്തോഷം. സന്ധ്യ ബിജു, എൻ്റെ സരിതയെ ഇന്നത്തെ വീഡിയോ കണ്ട് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ചേട്ടൻ്റെ വെഗിളിയാണ് ഇന്ന് ഇത്രയും ചിരിപ്പിച്ചത്. മണി ബെൽ കേട്ട് ചിരിച്ച് ലാസ്റ്റ് ചിരി നിർത്താൻ പറ്റിയില്ല. അത് സരിത ഒന്നുകൂടി എടുത്ത് പറയുമ്പോഴാണ് ചിരി നിർത്താൻ പറ്റാഞ്ഞത്. ആത്മകഥം പറഞ്ഞ് അതും ചിരിച്ചു പോയി. സരിത കുറുക്കഞ്ചേരി അല്ലേ വീട്? അത് തൃശ്ശൂർ അടുത്താണോ?
ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരം ഒത്തിരി വ്യത്യാസമുണ്ട്. ചേട്ടൻ എന്ത് പറഞ്ഞാലും തേങ്ങ പറയും, സരിത പറയില്ല. ഇന്ന് പറയുന്നു കുപ്പിയിൽ തേങ്ങ. നിങ്ങൾ കുപ്പിയിലാണോ സരിതയെ തേങ്ങ ഇടുന്നത്? അയ്യോ, അവിടെ മുതൽ ചിരി തുടങ്ങിയതാ. ഈ തേങ്ങ എല്ലാം കൂടി എവിടെ കൊണ്ടിടും ചേട്ടാ? സരിത ഗോബി മഞ്ചൂരി ഉണ്ടാക്കി അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ലാസ്റ്റ് ചേർക്കാൻ നേരെ എടുത്തിരുന്നെങ്കിൽ ഗോബി മഞ്ചൂരി കൂടുതൽ കണ്ടേനെ. ഇതിപ്പോൾ ബാക്കി സാധനങ്ങൾ കൂടുതൽ പോലെ തോന്നി. ഇന്നത്തെ വീഡിയോ 2 പ്രാവശ്യം കണ്ടു, അത്ര ചിരിയായിരുന്നു. സരിതയുടെ വീട് തൃശ്ശൂർ തന്നെ പറയാം. തൃശ്ശൂർ തന്നെ പറയാം. ഒറിജിനൽ തൃശ്ശൂർ ഭാഷ. നമ്മള് ഒല്ലൂരാണ്. തൃശ്ശൂരിൽ നിന്ന് 6 കിലോമീറ്റർ ഇപ്പുറമാണ് നമ്മുടെ ഒല്ലൂര്. ഒല്ലുകാര് ക്രിസ്ത്യൻസിന്റെ വർത്താനം വേറൊരു ടൈപ്പ് വർത്താനാണ്. ഇവിടെ ക്രിസ്ത്യൻ ഏരിയ. എനിക്ക് പണ്ടേ ബസ്സിന്റെ ബോർഡൊക്കെ വായിക്കുമ്പോൾ ഒല്ലൂര്, മരത്താക്കര, കുരിയച്ചിറ എന്നൊക്കെ വായിക്കില്ലേ, അതൊക്കെ വായിക്കുമ്പോൾ ക്രിസ്ത്യൻ പേര് പോലെ തോന്നും. ഇപ്പൊ മത്തായി, പത്രോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ക്രിസ്ത്യൻ പേരല്ലേ. അങ്ങനെ പേര് കേൾക്കുമ്പോൾ ക്രിസ്ത്യനാണ്, മുസ്ലിം ആണ്, ഹിന്ദു ആണെന്നൊക്കെ മനസ്സിലാവില്ലേ. ചിലത് തനി ക്രിസ്ത്യൻ പേരുകളുണ്ടല്ലോ, എന്ന പോലെ തോന്നിക്കും ഈ കുരിയച്ചിറ. എനിക്കറിയില്ല ഇത് ക്രിസ്ത്യൻ ഏരിയ ആണെന്നൊന്നും എനിക്കറിയില്ല പണ്ട്, പക്ഷേ അങ്ങനെ തോന്നുമായിരുന്നു. പക്ഷേ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നത് ഒല്ലൂര്. അപ്പോൾ ഞാൻ ഒരു വട്ടം തെറ്റി ഒല്ലൂർക്ക് വന്നിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ. ബസ് കയറുമ്പോൾ, അതായത് കുറുക്കഞ്ചേരി എനിക്ക് ഇറങ്ങേണ്ടത് തങ്കമണി സ്റ്റോപ്പിലാണ്. കുറുക്കഞ്ചേരി കൊക്കാല കഴിഞ്ഞ് മെട്രോ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റോപ്പാണ് തങ്കമണി എനിക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ആ വഴിക്ക് പോണ ബസ്സിലൊക്കെ എനിക്ക് കയറാം. പ്രയാർ അങ്ങനെയുള്ള എല്ലാ ബസ്സിലും കയറാട്ടോ. വടൂക്കര, ചീയാരം, നെടുപുഴ, പനമുക്ക്, അങ്ങനത്തെ എല്ലാ ബസ്സിലും കയറാം. കണിമംഗലം. അപ്പോൾ ചേർപ്പ് കണ്ടപ്പോൾ കുറുക്കഞ്ചേരി ചേർപ്പ് ആ വഴിക്ക് പോകണമല്ലേ, അപ്പോൾ ഞാൻ കയറി. പക്ഷെ അത് ഒല്ലൂർ ചേർപ്പായിരുന്നു, പോണ ചേർപ്പ് ബസ്സായിരുന്നു. എന്നിട്ട് നമ്മുടെ മിഷൻ ക്വാർട്ടേഴ്സിൻ്റെ അവിടേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അതിൽ കൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഈ ബസ് എന്താ ഇവിടേക്ക് പോണേ. എന്നിട്ട് ഞാൻ പിന്നെ എവിടെയാ എൻ്റെ സ്കൂളിൻ്റെ അവിടെ ഇങ്ങോട്ട് സെൻറ്റ് ജോസഫിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ അടുത്തത് ബിന്ദു മേനോൻ. അജു ബ്രോ, ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ് കേട്ടോ, ചിരിച്ച് മതിയായി. ആ വെപ്രാളം കാണാനും ഒരു രസമാണ് കേട്ടോ. സരിതയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പദപ്രയോഗങ്ങളും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ലവ് യു ഗൈസ്. അടുത്തത് ജോയ്സ് ഡി കൻഹ. സൂപ്പർ ആൻഡ് എൻജോയബിൾ കുക്കിംഗ്. 3 of you enjoyed cooking, laughing, joking and keep going on talking with very fun and joy. And Aju, your chili cauliflower and fried rice looking very delicious and wonderful, colorful. Both of your delicious taste food items. Sarita has given a very good compliment for your hard work and she said that the food is super. ഫുഡ് സൂപ്പറായിരുന്നു, അതിലൊന്നും ഒരു ഇതുമില്ല. എന്നിട്ട് ഞങ്ങൾ അല്ല ചേട്ടൻ കൊണ്ടുവന്നു കൊടുത്തു. അതിലും വളരെ സന്തോഷമുണ്ട്. അടിപൊളിയായിട്ടില്ല, അല്ല നമ്മൾ കുറച്ച് വെപ്രാളപ്പെട്ടാലും അടിപൊളിയായില്ല സാധനം. അതെ. അടുത്ത് ഷഫീഖ് ഹുസൈൻ. നമസ്കാരം. കോളിഫ്ലവർ ഇത്ര വേണോ എന്ന് ചോദിച്ചു അജുവേട്ടൻ. അപ്പം തന്നെ സരിതേച്ചി ബുദ്ധിപരമായി നീങ്ങിയത് കൊണ്ട് കുറച്ചെങ്കിലും ചില്ലി ഗോപിയിൽ ഇടാൻ പറ്റി, അല്ലെങ്കിൽ ചില്ലി ഗോപിയിൽ ഗോപി ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ആ സാധനങ്ങൾ അരിഞ്ഞ് വെച്ചത് ഒക്കെ കുറേശ്ശെ ഇട്ടാൽ മതിയായിരുന്നു. കോളിഫ്ലവർ ഇനിയുണ്ട്, അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ കുറഞ്ഞു പോയി, മറ്റേതൊക്കെ കൂടിപ്പോയി. ഗൾഫ് കോൺ. വാലന്റൈൻസ് ഡേക്ക് തൻ്റെ സഹധർമ്മിണിക്ക് സ്വന്തം അധ്വാനത്തിൽ നിന്നും വളർത്തിയെടുത്ത പൂവ് ഒരു 1.5 കോളിഫ്ലവർ തന്നെ കൈമാറി. സഹധർമ്മിണിയുടെ ഇഷ്ടവിഭവം സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി നൽകിയ അജു ചേട്ടനിലെ കാമുകനെ നിങ്ങളാരും കണ്ടില്ലേ? പിന്നെ വിശപ്പ് വന്നാൽ കുറച്ച് വെപ്രാളവും കൈയിട്ട് വാരലും ഒക്കെ ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ എന്താ ജ്യൂസ് വേൾഡ്. എന്തായാലും ചില്ലി ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും അടിപൊളി, ഉണ്ടാക്കിയതും കാണാനും എല്ലാം സൂപ്പർ. അനിത പി. ബിഫോർ വീഡിയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്, 3 പേർക്കും കിളി പോയി. ഇന്ന് 3 പേരും 3 ഡിഷ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. സരിത ഗോപി, അജു ഫ്രൈഡ് റൈസ്, ജഗ്ഗു സാലഡ്. നൈസ് വീഡിയോ. അടുത്ത ശിവദാസ് അമ്പലപ്പാട്ട്. ഇന്നത്തെ പാചകം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ അടിപൊളി. അജു വെപ്രാളം കുറച്ച് കൂടിയത് ഒഴിച്ചാൽ എപ്പിസോഡ് അടിപൊളി. അജുവിൻ്റെ വെപ്രാളത്തിനിടയിൽ വാക്കിൽ പിഴവും കുറച്ച് കൂടിപ്പോയി. ശ്യാംദാസ് PS. അജു എല്ലാം കുളമാക്കി, വെപ്രാളം കൂടുതൽ. തുടക്കം മുതൽ എങ്ങനെയെങ്കിലും കുളമാക്കണം എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു, ആ വെപ്രാളം ഉണ്ടായിരുന്നു എന്ന്. വ്ളോഗ്സ് ബൈ സിന്ധു. ഹായ് ചേട്ടാ, സരിത, ജഗ്ഗു. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ 4 വർഷമായി കാണാൻ തുടങ്ങിയിട്ട് എന്ന് തോന്നുന്നുണ്ട്. വളരെ റിയാലിറ്റി വീഡിയോ ആണ് എല്ലാം.
പഴയ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടു തീർത്തു, എല്ലാം ഒരുപാട് ഇഷ്ടം. ചില്ലി ഗോബി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കണ്ട് ചിരിച്ച് വയറ് കൊളുത്തി പിടിച്ചു. അജേട്ടൻ്റെ സംസാരം കേട്ടിട്ടാണ്. സരിത പല സമയത്തും ചിരി കടിച്ചമർത്തി നിന്നു. ഒരുപാട് ഇഷ്ടം, നന്മകൾ നേരുന്നു. ഇതിപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പം ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കും, വേറെ ആൾ പുറമെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചിരിക്കാണ്ടാവും. അത് ചില സമയത്ത് ഇത് ക്യാമറ ഓണാക്കി ഉണ്ടാവില്ല, ആ സമയത്തും കുറേ അബദ്ധങ്ങളും കുറേ ഇതിലും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ട്. എന്താ അല്ല, അതൊക്കെ ആളുകൾക്ക് കാണാൻ പറ്റില്ലെന്ന് പറയാ. ക്യാമറ ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് കോമഡികളില്ല. ഇനി ഉണ്ടാ അടുത്തത് മറിയം ജോർജ്. അജു സരിത ജഗു കുടിലിലെ പാചകം സൂപ്പർ. ഫ്രൈഡ് റൈസ് കൊതിപ്പിച്ചു. അജു സ്ലിപ്പ് ഓഫ് ദ ടങ്, അതും കേൾക്കാൻ ഒരു രസം. തുന്തുരു മെത്തേഡാണ് നല്ലത്. ഹോട്ട് വാട്ടർ ഒഴിച്ചാൽ ജീവികളൊക്കെ അതിൽ തന്നെ ഇരുന്ന് ചാവും. ക്ലീൻ ചെയ്യാനൊക്കില്ല. ജഗ്ഗൂസ് ക്യാമ്പ് വിശേഷങ്ങൾ കണ്ടതിൽ സന്തോഷം. ഗോഡ് ബ്ലസ് യു. തോമസ് മംഗലം. ഈ ജാതി പാചകത്തിന് നല്ല ക്ഷമ അത്യാവശ്യമാണ്. അത് അജുവിന് ലേശം കുറവാണ്. മാത്രമല്ല പാചകക്കാരൻ്റെ തോണ്ടിത്തീറ്റ ഒഴിവാക്കുക, ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. കോളിഫ്ലവർ റൈസിനെ അപേക്ഷിച്ച് കുറവായി പോയി. ഷൂട്ട് അല്ലെങ്കിൽ തോന്നിയ പോലെ ചെയ്യാം, എൻ്റെ ഒരു അഭിപ്രായം. അരി ചോറ് കൂടുതലായി പോയി, അതങ്ങനെ ഞാൻ പറയണത്. ചോറ് ഇത്തിരി കൂടുതലായി പോയി, അതാണ് കുഴപ്പമുണ്ടായത്. ഇവിടെ ഇത്രയ്ക്ക് അധികം ഇടണ്ടിരുന്നില്ല. 1/2 കിലോ അരിക്ക് പകരം ഒരു 300 ഗ്രാം അരി ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഡ്രോ ചെയ്യാനേ കറക്റ്റ് ചെയ്യാൻ കേട്ടാ. കഴിഞ്ഞ ആ കമലത്തെ മറുപടി കഴിഞ്ഞു കേട്ടാ. മുജീബ് റഹ്മാൻ. എന്തായാലും ചേട്ടന് തോണ്ടിത്തീറ്റ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ. വീഡിയോ എടുക്കണില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന്, ഇത് ആൾക്കാർ കാണല്ലേ. അപ്പം ഈ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിന്നണ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് തോന്നുന്നുണ്ടാവും കാണുമ്പോഴേ. മുജീബ് റഹ്മാൻ. എന്തായാലും ജഗ്ഗുവിന് അജുവായിട്ട് വെപ്രാളം കിട്ടിയിട്ടില്ലേ, ഭാഗ്യം. അവന് കിട്ടിയിരിക്കുന്ന തുന്തുരുമാമൻ്റെ ശാന്ത സ്വഭാവമാണ്. ഹാപ്പി ലൈഫ്. ക്യാപ്സിക്കത്തിനെ മണിബെൽ എന്ന് പറയുന്നത് കേട്ട് എൻ്റെ ചെറിയ മോൻ കുറേ ചിരിച്ചു. ആ ഭാഗം 2-3 തവണ അവൻ കണ്ട് ചിരിച്ചു. അതെന്താ പറഞ്ഞു? ആവോ, ഒരു ബെല്ലുണ്ടെന്ന് അറിയാം ചേട്ടനത്. അതാണ് അല്ലേ? അതന്നെ. അർജുൻ വി കെ. നമസ്കാരം ചേട്ടാ, സരിതേച്ചി ജഗ്ഗു. നമസ്കാരം. കൃഷിസ്ഥലത്ത് നിന്ന് കോളിഫ്ലവർ വിളവെടുക്കുന്ന കണ്ടപ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷമായി. അതുപോലെ വളരെ രുചികരമായ ചില്ലി ഗോപിയുടെയും എഗ് ഫ്രൈഡ് റൈസിൻ്റെയും പാചകം കൂടി കാണാൻ സാധിച്ചതിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഉഗ്രൻ ടേസ്റ്റാണെന്ന്. ഇന്നത്തെ കുടിലുള്ള പാചകം വളരെയേറെ ഇഷ്ടമായി. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ. സന്തോഷം. സരിതേ, അടുത്തത് സതീശൻ. സരിതേ, ആ വറുത്തത് എടുത്ത് മാറ്റി വെക്കൂ, അല്ലെങ്കിൽ മണിബെൽ തിന്നു തീർക്കും. ആ സതീശനല്ലേ പറഞ്ഞ പ്രാന്തുള്ളത് കൊണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ ആളല്ലത്. അടുത്തത് രാഗിണി ദേവി എം.ആർ. ഇന്നലെ ചിരിപ്പിച്ചൊരു വഴിക്കാക്കി, ഇന്നാണെങ്കിൽ കൊതിപ്പിച്ച് വായിലെ വെള്ളം വറ്റിച്ചു. 2 പേരും കൂടി ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ഫ്രൈഡ് റൈസ് അടിപൊളി. പിന്നെ കുടിലിൽ നിന്ന് ഗാർഡൻ കാണാൻ എന്തു ഭംഗിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുമം 3 പേരും കൂടിയുള്ള കുടിലിലെ പാചകം സൂപ്പറായി, ഒരുപാട് സന്തോഷം. പിന്നെ പ്രസിദ്ധ ഹരി. ഇങ്ങനെയുള്ള നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നിഷ കെ. മഞ്ഞപ്പൊടിയിൽ പാത്രമില്ലല്ലോ സരിതേ. ചേട്ടൻ തന്നെ പറഞ്ഞു ഇതിൽ പാത്രമില്ല. അടുത്തത് ആദർശ് പണിക്കർ. കൊള്ളാം, സൂപ്പർ. ഒരു ഇരുത്തം വന്ന നളപാചകം. പ്രകൃതി തനിക്ക് കനിഞ്ഞു നൽകിയ അല്ലെങ്കിൽ മണ്ണിനെ സ്നേഹിച്ചതിന് മണ്ണ് തിരിച്ചു നൽകിയ പ്രകൃതിദത്തമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒപ്പം നാക്കുളുക്കികളുടെ മാലപ്പടക്കം തന്നെ തീർത്ത് പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും എന്നാൽ ഒരു പ്രൊഫഷണൽ ടച്ച് മാസ്മരികത പ്രേക്ഷകരിൽ ആവേശം ജനിപ്പിക്കുകയും ചെയ്ത അതിമനോഹരമായ വീഡിയോ. വിഭവം കാണുവാൻ തന്നെ എന്ത് ഭംഗിയാണ്, രുചിയും അതിഗംഭീരം എന്ന് കഴിക്കാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയമില്ലാതെ പറയുവാനാവും. വീഡിയോ കിടിലം. ഒപ്പം സരിതയുടെ തമാശകളും ജഗ്ഗുവിൻ്റെ ചെറിയ തമാശകളും ഒപ്പം തന്നെ സന്തോഷദായകമായ ചിത്രങ്ങളായിരുന്നു. 3 പേർക്കും ആശംസകൾ. വീഡിയോ പെട്ടെന്ന് തീർന്നു പോയതുപോലെ. ഹാപ്പി സ്നേഹം ഇഷ്ടം. അടുത്ത അധ്യായത്തിന് മനോഹരമായ ഗാനത്തിനുമായി കാത്തിരിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ സസ്നേഹം പണിക്കർ. സന്തോഷം. അപ്പോൾ നേരം മിറ്റായി. അപ്പോൾ നമുക്ക് പ്രതികരണ പരിപാടി അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ നന്ദി, നമസ്കാരം.